നമസ്കാരം. ഭാരതത്തിലെ നിയമപാലക വ്യവസ്ഥയ്ക്ക്, അതായത് നമ്മുടെ പോലീസുകാർക്ക് അവരുടെ കൃത്യനിർവഹണത്തിന് ഏറെ സഹായകരമാകുന്നൊരു ആപ്പ് ഭാരത സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ആ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അഭിഗ്യാൻ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അഭിഗ്യാൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. പോലീസുകാരെന്തെങ്കിലും ഒരു സാധാരണ പരിശോധനയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംശയാസ്പദമായ രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അവർക്ക് സംശയം തോന്നുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ വിരലടയാളം പോലീസുകാർക്ക് തത്സമയം പരിശോധിക്കുവാനും 30 സെക്കൻഡുകൾക്കുള്ളിൽ ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരോപണ വിധേയനായ കുറ്റം ചാർജ് ചെയ്യപ്പെട്ട വ്യക്തിയാണോ എന്നുള്ളത് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കും വിരലടയാളത്തിൻ്റെ സഹായത്തോടെ. അതിനായി ഈ അഭിഗ്യാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റംസ്, നാഫിസ് എന്നുള്ള NAFIS എന്ന ഒരു സംവിധാനത്തിൻ്റെ സെൻട്രൽ ഡേറ്റാബേസാണ്. ആ സെൻട്രൽ ഡേറ്റാബേസിൽ ഏതാണ്ട് രാജ്യത്താകമാനമുള്ള 1,30,00,000 കുറ്റവാളികളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരുടെ വിരലടയാളങ്ങൾ കേന്ദ്രീകൃതമായി ശേഖരിച്ച് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ സംവിധാനത്തിൽ നിന്ന്, നാഫിസിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് 30 സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും വെച്ച്, അല്ലെങ്കിൽ പാറശാല വെച്ച്, അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് ഏതെങ്കിലും ഒരു കുറ്റവാളിയാണെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയെ പോലീസ് സാധാരണ പരിശോധനയ്ക്കിടയിൽ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ വിരലടയാളം തത്സമയം പരിശോധിക്കുവാനുള്ള യന്ത്ര സംവിധാനം പോലീസുകാരുടെ കയ്യിൽ ലഭ്യമാകും. ആ പരിശോധനയിൽ ആ വ്യക്തി ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ പോലീസുകാർക്ക് അറിയുവാൻ സാധിക്കും. നമ്മുടെ വാഹൻ ആപ്പൊക്കെ പോലെ തന്നെ പോലീസുകാർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ. രേഖകൾ കയ്യിൽ വാങ്ങി പരിശോധിക്കേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ അറിയാം. വണ്ടിയുടെ വാഹനത്തിൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. അത്തരത്തിലുള്ളൊരു സംവിധാനമാണെന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. അതായത് വളരെ ഒരു കൃത്യനിർവഹണം, നിയമപാലനം സുഗമമാക്കുന്ന രീതിയിലുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ അഭിഗ്യാൻ. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, രാജ്യത്ത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ആ ആഭ്യന്തര സുരക്ഷാ ഭീഷണി വിവിധ കോണുകളിൽ നിന്ന് സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നെഴുന്നേറ്റ് തുടങ്ങി. ഭീകരവാദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് തുടങ്ങി. അത് ഡൽഹിയിലൊക്കെ നാം കണ്ടതാണ്. ഡൽഹി റെഡ് ഫോർട്ട് ബോംബ് സ്ഫോടനത്തിനായാലും ഈ സമീപകാലത്തായി ഡൽഹി, ആസാം, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് ഈ പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടപ്പെട്ട ഭീകരവാദികളുടെ പ്രത്യേകം സെല്ലുകളായാലും ഇവയെല്ലാം നൽകുന്ന സൂചന ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിശബ്ദരായിരുന്ന ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്. അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെയെല്ലാം കൈകാര്യം ചെയ്യുവാൻ, കണ്ടുപിടിക്കുവാനും കൈകാര്യം ചെയ്യുവാനും ഇത്തരത്തിലുള്ള ഈ അഭിഗ്യാന ആപ്പ് പോലുള്ള സംവിധാനങ്ങൾ ഉപകരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വാഹൻ ആപ്പൊക്കെ പോലെ പോലീസുകാർക്ക് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ആധാറിൻ്റെ ഒരു ഓതൻറ്റിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലുള്ളൊരു ചെറിയ യന്ത്രം പോലീസുകാരുടെ കയ്യിൽ കാണും. അത്തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലല്ല, ഇതിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ലോഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പറഞ്ഞവസാനിപ്പിക്കുന്നത് അതിലാകാം നമുക്ക്. ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ 1556 വർക്ക് സ്റ്റേഷനുകൾ സ്ഥാപിച്ച്, ഒരു സ്ഥിര വർക്ക് സ്റ്റേഷൻ പോലീസുകാർക്ക് കൊണ്ടു നടക്കുവാനുള്ളതല്ല, ഏതെങ്കിലും ഒരു പ്രതിയെ ഇപ്പോൾ ഡൽഹി ഏരിയയിൽ വെച്ച് സംശയാസ്പദമായ ആ പ്രദേശങ്ങളിൽ വെച്ച് ഇതിൻ്റെ അധികാര പരിധിയിൽ ഈ 1556 വർക്ക് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തോ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചോ ഏതെങ്കിലും ഒരു സംശയാസ്പദമായ ആളെ കാണുകയാണെങ്കിൽ പോലീസുകാർക്ക് അയാളെ ആ വർക്ക് സ്റ്റേഷനിൽ എത്തിച്ച് അയാളുടെ വിരലടയാളം പരിശോധിച്ച് തിരിച്ചറിയൽ നടത്തുവാൻ സാധിക്കും. അങ്ങനെയാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നടപ്പാക്കുന്നത്. അതായത് ഇന്നേ ദിവസം മുതൽ അത് നടപ്പാക്കി വരികയാണ്. ഭാവിയിൽ, അതായത് ഏറെ താമസിയാതെ തന്നെ അവർ വിഭാവനം ചെയ്യുന്നത് ഒരു 6 മാസങ്ങൾക്കുള്ളിൽ പോലീസുകാരുടെ കയ്യിൽ ഈ സംവിധാനങ്ങൾ എത്തുന്ന തരത്തിൽ ഈ പദ്ധതി തുടങ്ങുമ്പോൾ നടപ്പാക്കി തുടങ്ങും. ഇനി ഇതിൻ്റെ നിയമപ്രശ്നങ്ങളിലേക്ക് വരാം. ഈ അഭിഗ്യാൻ ആപ്പിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ, ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിഗ്യാൻ ആപ്ലിക്കേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നിമിഷം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഞങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നുള്ള മുറവിളികൾ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ
സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, അങ്ങനെ പരിശോധിക്കുവാൻ പാടില്ല, ആ നിയമമുണ്ട്, ഈ നിയമമുണ്ട് എന്ന് പലരും പൊതു താൽപ്പര്യ ഹർജികളുമായി മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിജ്ഞാന ആപ്ലിക്കേഷൻ്റെ പ്രസക്തി രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു വീക്ഷണകോണിൽ നിന്ന് നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വകാര്യത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മൗലികാവകാശമാണ്. പക്ഷേ അത് രാജ്യസുരക്ഷയ്ക്ക് അപ്പുറമല്ല എന്നുള്ള കാര്യം ഒരു പൗരൻ എപ്പോഴും തിരിച്ചറിയണം. ഇനി അത്രയൊന്നും കടന്ന് ചിന്തിക്കാതെ തന്നെ ഒരു കാര്യം മാത്രം മലയാളി ആലോചിച്ചാൽ മതി. ബാങ്കിൽ പോയി ക്യൂ നിന്ന് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് ഒരു ലോൺ സംഘടിപ്പിക്കുവാനുള്ള സമയനഷ്ടം, ബാക്കി ഈ സമയം ലാഭിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കരുത്. അത് പ്രസക്തമായൊരു ചോദ്യമാണെങ്കിൽ തന്നെ അപ്രസക്തമാണ്, അങ്ങനെ വേണമെങ്കിൽ കാണാം. അത്രയും സമയം മെനക്കെടുക്കുവാൻ മടിച്ച് നമ്മുടെ ഒരു സ്വകാര്യതയും മാനിക്കാത്ത ലോൺ ആപ്ലിക്കേഷനുകൾ, നമ്മുടെ ലോൺ ആപ്പുകളുണ്ടല്ലോ, ഡിജിറ്റൽ ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതുപയോഗിച്ച് ഒടുവിൽ വലിയ കെണികളിൽ പെടുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. അവർ സ്വകാര്യതയെക്കുറിച്ച് പറയുന്നത് അത്തരത്തിൽ ലോൺ ആപ്പുകളെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കാതെ അത് രഹസ്യമായി ഇൻസ്റ്റാൾ ചെയ്ത് 15,000 രൂപ മുതൽ 25,000 രൂപയും ചെറിയ ചെറിയ തുകകൾ ലോൺ എടുത്ത് കടമെടുത്ത് വലിയ കെണികളിൽ പെടുന്ന ഈ സ്വകാര്യ ചിത്രങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ഒടുവിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന മലയാളികൾ ഇത്തരത്തിലുള്ള സ്വകാര്യതയെക്കുറിച്ച് പറയുന്നതിൽ എത്രത്തോളം ഒരു ഇരട്ടത്താപ്പില്ലായ്മയുണ്ട് അല്ലെങ്കിൽ ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ആലോചിക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. തന്നെയുമല്ല, ഈ അഭിജ്ഞാൻ ആപ്പിൻ്റെ ഒരു പ്രസക്തി ഞാൻ പറഞ്ഞു. ഇത് സാധാരണ കുറ്റവാളികളെ പിടികൂടുവാൻ പോലീസിനെ സഹായിക്കുമെന്നതിലുപരി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഭീകരവാദികളെ, ആദ്യമേ ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പലതും ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്, സജീവമായിട്ടുണ്ട്. കാരണം മറ്റു തരത്തിലുള്ള അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം പല കോണുകളിൽ നിന്നും പല രീതികളിൽ തടയിട്ട് തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. തന്നെയുമല്ല, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭീകരവാദികളുടെ ഒരു സുഖവാസ കേന്ദ്രമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ് ഹേവൻ എന്ന് പറയുന്ന ഒരു സ്വർഗമെന്ന് തന്നെ പറയാവുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ ഭരണമാറ്റം ഉണ്ടായതിലൂടെ അവരുടെ പ്രവർത്തന രീതികളെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു, സാധാരണ പ്രവർത്തന രീതികൾ. അപ്പോൾ ഇനി അവർക്ക് അടുത്ത പടി ആയിട്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ അവസാന കൈയായി വെച്ചിരിക്കുന്ന ഈ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിക്കാതെ അവർക്ക് തരമില്ല. അതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഡൽഹി റെഡ് ഫോർട്ടിലായിരുന്നു അതിൻ്റെ തുടക്കം. അത് ഈ പലതവണ ഡൽഹി റെഡ് ഫോർട്ട് സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അന്തിമമായ ലക്ഷ്യത്തിലെത്തിയിട്ടായിരുന്നില്ല ഭീകരവാദി സ്വയം പൊട്ടിത്തെറിച്ച് ഹോറിഫൈഡ് ആയത്. പിടികൂടുമെന്നുള്ള അവസ്ഥയിൽ ഒരു തരത്തിലും രക്ഷപ്പെടുവാൻ മാർഗമില്ല, തനിക്ക് തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ കൂടി ഒരു സ്ഥലത്ത് വെച്ച് അങ്ങ് പൊട്ടിത്തെറിച്ചു. അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതല്ല, ഇവിടെയെങ്കിൽ ഇവിടെ എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ്. ഞാൻ ആ റെഡ് ഫോർട്ട് സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ ജീവനെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ ഈ ഭീകരവാദി യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിയിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഭാരതം കാണേണ്ടി വന്നേനെ, അല്ലെങ്കിൽ കേൾക്കേണ്ടി വന്നേനെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറേ കൂടി കാര്യക്ഷമമായി നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഇത്തരം ഭീകരവാദികളെ നിർവീര്യമാക്കുവാനും ഇല്ലാതാക്കുവാനും ഇത്തരത്തിലുള്ള അഭിജ്ഞാൻ പോലുള്ള ആപ്പുകൾ നിയമപാലകരെ സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഭാരതത്തിലെ പൗരന്മാർ ആ അഭിജ്ഞാൻ ആപ്പിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഭീകരവാദികൾക്ക് വേണ്ടി ഓശാന പാടുന്നവർ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത്രമാത്രമേ ഈ അഭിജ്ഞാൻ ആപ്പിനെക്കുറിച്ച് ഇപ്പോൾ പറയുവാനുള്ളൂ ഈ വിഷയത്തെ സംബന്ധിച്ച്. കാരണം ഇതൊരു സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് തീർച്ചയായും, ഒന്ന് കൂലങ്കുഷമായി ചിന്തിച്ചാൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് രാജ്യസുരക്ഷ, സ്വകാര്യതയാണോ രാജ്യസുരക്ഷയാണോ വലുത്? ഇത്തരത്തിലൊരു സംവാദം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലൊരു സംവാദം എപ്പോഴും ഭീകരവാദികൾക്ക് ഓശാന പാടുന്നവർക്ക് സാധകമായി ഭവിക്കുകയാണ് സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യം. അതിനും അപ്പുറത്തേക്ക് ആരോഗ്യപരമായൊരു സംവാദം പ്രേക്ഷകരുമായി തത്വമയി ന്യൂസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുമായി പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ സംവാദങ്ങൾ വളരട്ടെ. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നുള്ളത് ഉറപ്പാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ
തത്വമി ന്യൂസിലെ വീഡിയോകൾ കാണുന്നവർ ഏതാണ്ട് 40% മേലെയാണ്. ദുഃഖകരമായൊരു കാര്യമാണ്. നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.